മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഡൽഹിയിലാണ്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കിയാൽ ED കേന്ദ്രസേനയെ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിക്ക് മറികടന്നുകൊണ്ട് റെയ്ഡ് നടത്തുക, ഒരു ഭീകരതയുണ്ടാക്കുക, ഇത് തികച്ചും തെറ്റായിട്ടുള്ള നടപടിയാണ്. ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച് ഈ നടപടി സംബന്ധിച്ച്, കാരണം ഇത്തരം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കേന്ദ്രസേനയ്ക്ക് എന്തുമാകാം എന്നൊരവസ്ഥയിലേക്ക് കേരളം എത്തും. അത്തരമൊരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം. ഈ നടപടി തികച്ചും അപലനീയമാണ്. ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ്. ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാൾ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിലാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ അദ്ദേഹത്തിനെതിരായി പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഉപയോഗിച്ച് കേജ്രിവാളിന് നേരെ കേസെടുത്തത്. കേജ്രിവാളിനെ, ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടച്ചത് കേന്ദ്ര ഭരണാധികാരികളാണ്. അത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ടാണ് കുറേ മാസങ്ങളോളം ഭരണം നടത്തിയത്. ആ മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ചോദിച്ചു, എന്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? ഒരു ന്യായീകരണവും പറയാനുണ്ടായിരുന്നില്ല. സുപ്രീം കോടതിയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ അടിയന്തരമായി മോചിപ്പിക്കണം, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി ഡൽഹിയിൽ കേജ്രിവാൾ ഗവൺമെൻറ്റിനെ തകർക്കാൻ BJPക്ക് വഴിയൊരുക്കാനുമാണ് ആ നടപടികളെ ഉപയോഗപ്പെടുത്തിയത്. അതിൻ്റെ ഫലം തന്നെയായിരുന്നു പിന്നീട് വന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ പാർട്ടികൾ യോജിച്ചിരുന്നുവെങ്കിൽ ഡൽഹിയിൽ BJPയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവിടെ കോൺഗ്രസ് സ്വീകരിച്ചത് BJPയെ സഹായിക്കുന്ന നിലപാടാണ്. 70 അസംബ്ലി സീറ്റും മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, ഞങ്ങളെല്ലാം ജയിച്ചു വരും എന്ന് പ്രഖ്യാപിച്ച് 70 സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചു. അതിൻ്റെ ഫലം 65 സീറ്റിലും കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശില്ല. 70 സീറ്റിലും തോറ്റു. BJP ആ വോട്ട് കൊണ്ട് ജയിച്ചു വന്നു. ഇത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. കേരളത്തിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇതേ നിലപാടാണ്. അവർ കേരളത്തിൽ മുഖ്യ എതിരാളിയായി, ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. അതിന് വലതുപക്ഷവുമായി സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിലെല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. BJPയുടെ അജണ്ടയ്ക്ക് മുമ്പിൽ, RSS അജണ്ടയ്ക്ക് മുമ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം സംബന്ധിച്ച് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുള്ളതാണ്, അഭിപ്രായങ്ങളുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ചില വരികൾ ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തിന് യോജിച്ചതാണ്. പിന്നീടുള്ള വരികളാകട്ടെ
പിന്നീടുള്ള വരികൾ പൂർണ്ണമായും മതനിരപേക്ഷതയ്ക്കെതിരാണ്. അത്തരത്തിലുള്ളൊരു സന്ദേശമായതുകൊണ്ട്, ഗാനമായതുകൊണ്ട്, ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഇതിൽ ആദ്യ ഭാഗം മാത്രം അവതരിപ്പിക്കുക എന്ന നിലപാട് സ്വീകരിച്ചു വന്നിരുന്നത്. ഇവിടെ RSS ആണ് വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലണം, ആലപിക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും ആ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ലോകഭവനിൽ ഗവർണർ ആസ്ഥാനത്തൊക്കെ അത് പൂർണ്ണമായും വന്ദേ മാതരം പൂർണ്ണമായും കേൾക്കാം. അത് RSS അജണ്ടയാണ്. അതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിന് പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടിത് കോൺഗ്രസ് BJPയുടെ ഒരു ഡീലെന്ന് നേരത്തെ നമ്മളെല്ലാം കേട്ടിരുന്നതാണ്. ആ ഡീലാണ് അധികാരത്തിൽ വന്നതിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ BJP RSS സംഘപരിവാർ അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ എല്ലാ വേദികളും അവർ ഉപയോഗിക്കുന്നു. അതിനനുകൂലമായിട്ടുള്ള നിലപാട് ഇവിടുത്തെ UDF ഗവൺമെൻറ്, VD സതീശൻ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇത് തികച്ചും മതന്യൂനപക്ഷ വിരുദ്ധവും മതേതരത്വത്തിന് കളങ്കമുണ്ടാക്കുന്നതുമാണ്.